നമസ്കാരം. പൊതുമേഖലാ സ്ഥാപനമായ KSIDCക്ക് ഏറ്റവും വലിയ രണ്ടാമത്തെ ഓഹരി പങ്കാളിത്തമുള്ള KMRL നിന്ന് വീണ വിജയന് മാസപ്പടി കൊടുത്തത് പൊതുതാൽപര്യ വിഷയമാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. വീണയുടെ കമ്പനിയും KMRLും തമ്മിലുള്ള ഇടപാടിനെ കുറിച്ച് തങ്ങൾക്കറിയില്ലെന്ന KSIDC നിലപാടും കോടതി തള്ളി. തങ്ങൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാൻ KSIDC തയ്യാറായിട്ടില്ലെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കോടതിയെ അറിയിച്ചത്. അന്വേഷണം പൊതുതാൽപര്യമുള്ളതല്ലെന്ന് KSIDC വാദിച്ചെങ്കിലും അതും കോടതി അംഗീകരിച്ചില്ല. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് KSIDCയിലെ ഉന്നതർ. മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് പല തവണയായി ഈ പൊതുമേഖലാ സ്ഥാപനം നാണം കെടുകയാണ്. വ്യവസായ വകുപ്പിലെ ഉന്നതർ ഇടപെട്ടാണ് കേസ് സംബന്ധിച്ച കാര്യങ്ങളിൽ കരുനീക്കുന്നത്. വീണയുടെ കമ്പനിയുമായുള്ള KMRLന്റെ ഇടപാടിനെ കുറിച്ച് അറിയില്ലെന്ന് പറയുന്ന KSIDC എന്തുകൊണ്ടാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസും SFIOയും ആവശ്യപ്പെട്ട രേഖകൾ കൈമാറാത്തതും അവർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാത്തതും? ഷോൺ ജോർജിന്റെ പരാതിയിൽ KSIDCയോട് വിശദീകരണം തേടിയിരുന്നു. സമയപരിധിക്കുള്ളിൽ മറുപടി നൽകാത്തതുകൊണ്ട് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. അതിനുശേഷം KSIDCയുടെ ഇമെയിൽ ലഭിച്ചെങ്കിലും ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. ROCയുടെ കത്ത് കിട്ടി എന്നതിനുള്ള ഔദ്യോഗിക മറുപടിയായിരുന്നു അത്. തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങൾ നിഷേധിക്കാനോ പ്രതിരോധിക്കാനോ അവർ തയ്യാറായില്ല. വ്യവസായ വകുപ്പിന് കീഴിലുള്ള ഈ സ്ഥാപനത്തിന്റെ മൗനം ഏറെ ദുരൂഹമാണ്. എന്തൊക്കെയോ ഇവർ ഒളിക്കാൻ ശ്രമിക്കുന്നുവെന്ന് വ്യക്തവുമാണ്. KSIDCയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനായി ഒരു പ്രതിനിധി KMRLന്റെ ഡയറക്ടർ ബോർഡിലുണ്ട്. അതുകൊണ്ട് എക്സോലോജിക്കുമായുള്ള ഇടപാട് അറിഞ്ഞിരുന്നില്ല എന്നത് വിശ്വസനീയമായ മറുപടിയല്ല. ഇത്തരത്തിലുള്ള രഹസ്യ ഇടപാടുകൾ KMRL കാലങ്ങളായി നടത്തുന്നുണ്ട്. ഇതെല്ലാം ഷെയർ ഹോൾഡറായ KSIDCക്ക് അറിയാമായിരുന്നുവെന്നും അവർ അനങ്ങിയില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയ നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവർക്ക് 135 കോടി നൽകിയെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയതും ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ വിധിയിൽ അക്കാര്യം വ്യക്തമാക്കുന്നതും. കാലാകാലങ്ങളായി ഭരിക്കുന്നവർക്കൊപ്പം നിന്ന് ഈ സ്ഥാപനത്തിന്റെ തലപ്പത്തുള്ളവർ പല രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ആക്ഷേപമുണ്ട്. SFIO രേഖാമൂലം ആവശ്യപ്പെട്ടിട്ടും വീണ രേഖകൾ കൈമാറാത്തതിൽ വലിയ ദുരൂഹതയാണുള്ളത്. അനധികൃതമായി പണം കൈപ്പറ്റിയിട്ടില്ലെങ്കിൽ രേഖകൾ നൽകാൻ മടിക്കുന്നതെന്തെന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. കർണാടക ഹൈക്കോടതി രേഖ കൈമാറണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. കോടതി ആവശ്യപ്പെട്ടാലേ നൽകൂ എന്നതും സംശയം ജനിപ്പിക്കുന്നതാണ്. അന്വേഷണം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട ഹർജി നൽകിയതിലും ദുരൂഹതയുണ്ട്. അതുവഴി ഹർജി തീർപ്പാക്കും വരെ അറസ്റ്റ് ഒഴിവാക്കാൻ താൽക്കാലികമായെങ്കിലും വീണയ്ക്ക് കഴിഞ്ഞു എന്ന് മാത്രം. പ്രാഥമിക അന്വേഷണം മാത്രമാണ് നടത്തുന്നതെന്നും അറസ്റ്റൊന്നും ഈ ഘട്ടത്തിൽ ഉണ്ടാകില്ലെന്നും കേന്ദ്ര സർക്കാരും അറിയിച്ചിട്ടുണ്ട്. എന്നിട്ടും ഇതോട് സഹകരിക്കാൻ വീണയും എക്സോലോജിക്കും തയ്യാറാകാത്തതെന്ത്? ഇതിനൊക്കെയുള്ള ഉത്തരം താമസിയാതെ ലഭിക്കുമെന്നാണ് പൊതുസമൂഹവും കരുതുന്നത്. നന്ദി.